ഈ ദില്ലിയിലെ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമായി കൊച്ചിയിൽ SFI പ്രവർത്തകർ ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനം BSNL ഓഫീസിന് മുന്നിൽ സമാപിക്കും. വിവരങ്ങളുമായി തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ CJPക്ക് പിന്തുണയുമായി ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ കൂട്ടായ്മയൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ SFI പ്രതിഷേധ മാർച്ചുമായി എത്തിയിരിക്കുകയാണ്. ഇന്നവർ ലോക് ഭവനിലേക്കും രാജ്ഭവനിലേക്കും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും ഒക്കെ മാർച്ച് നടത്തുമെന്നും നാളെ പഠിപ്പ് മുടക്ക് സമരം ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അവധിക സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് കൊച്ചിയിലും പ്രതിഷേധ സമരം നടക്കുന്നത്. SFI ഒരു 11 മണിയോടുകൂടി പ്രതിഷേധ പ്രകടനം നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എറണാകുളത്ത് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും പ്രകടനം ആരംഭിക്കും. 5000-ഓളം വിദ്യാർത്ഥികൾ ഈ സമരത്തിൽ പങ്കെടുക്കും. തുടർന്ന് BSNL ഓഫീസിലേക്കാണ്, കേന്ദ്ര സർക്കാർ സ്ഥാപനമായ BSNL ഓഫീസിലേക്കാണ് മാർച്ച് നടക്കുന്നത്. ഈ മാർച്ചിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതിനോടൊപ്പം ദില്ലിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഐക്യദാർഢ്യം കൂടി ഉണ്ടാവും. CJP സമരത്തിന് വലിയ പിന്തുണ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരിൽ നിന്നും എഴുത്തുകാരിൽ നിന്നുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരു കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ കൂട്ടായ്മ ദില്ലിയിലെ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ആ കൂട്ടായ്മയിൽ എഴുത്തുകാരായ KR മീര, NS മാധവൻ തുടങ്ങിയവരും, ഒപ്പം ചലച്ചിത്ര പ്രവർത്തകരായ ആഷി കപൂർ, നടൻ ജോജു ജോർജ്, മനീഷ് നാരായണൻ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും ഈ കൂട്ടായ്മയിൽ പങ്കാളികളായി. ഇതുകൂടാതെ തന്നെ പിന്നീട് വൈകിട്ട് പനമ്പള്ളി നഗറിൽ റാപ്പർ വേടൻ്റെ നേതൃത്വത്തിൽ റാപ്പ് ഗായകരൊക്കെ കൂടിച്ചേർന്നുള്ളൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ പങ്കെടുത്തിരുന്നു. വലിയ കൂട്ടായ്മയാണ് നടന്നത്. എന്തായാലും ദില്ലി പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ അതിക്രമത്തിൽ അത് പ്രത്യേകിച്ച് ഇന്നലെ ഈ കൂട്ടായ്മയിൽ തന്നെ NS മാധവൻ എടുത്തു പറയുന്ന ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. വലിയ ഉത്കണ്ഠയുണ്ടാക്കുന്നു ഈ സമരത്തിന് നേരെ ഉണ്ടായ അതിക്രമം. പ്രധാനമായും ആ സമരത്തിന് നേരെ ഉണ്ടായ ലാത്തിചാർജ് അല്ല, ആ ലാത്തിചാർജ് നടത്താൻ പോലീസ് വേഷമിട്ട ചില പൗരന്മാർ, സംഘപരിവാർ അനുകൂലികൾ എത്തിയിരുന്നു എന്നാണ് ഏറ്റവും വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കാര്യം എന്നുകൂടി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉയർന്നു വരുന്നു. SFIയുടെ നേതൃത്വത്തിൽ നാളെ വിദ്യാഭ്യാസ ബന്ദ് നടക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി തന്നെ ലോക് ഭവനിലേക്കും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കുമൊക്കെ പ്രതിഷേധ മാർച്ചും ധർണയും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൊച്ചിയിൽ നടക്കുന്ന ധർണയിൽ 5000-ഓളം വിദ്യാർത്ഥികൾ എത്തിച്ചേരും. അവന്തിക.